ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കും. കൊല ചെയ്യുന്നവരെ പരസ്യമായി സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് അവർ ഒന്നുകൂടി പുറപ്പുറത്ത് കയറി വിളിച്ചു പറയാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഗൂഢാലോചന? അപ്പോൾ കോടതി പറയണ്ടേ CBI എന്ത് ഗൂഢാലോചന നടത്തിയത്? ഇവിടെ ഈ സ്റ്റേറ്റ് പോലീസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ്, പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ്, സാക്ഷികളെ കൂറുമാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് കുടുംബം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം കോടതി അനുവദിച്ചതാണ്. ആ CBI കോടതിയാണ് വിചാരണ നടത്തിയത്. പ്രതികളൊന്നും കൂറുമാറാൻ പറ്റില്ല. സ്റ്റേറ്റ് പോലീസാണ് നടത്തിയെങ്കിൽ ഈ പ്രതികളെ മുഴുവൻ കൂറുമാറ്റിച്ചതിനെ ഭീഷണിപ്പെടുത്തി. പ്രതികളൊന്നും സാക്ഷികൾ കൂറുമാറിയില്ല. അതുകൊണ്ടാണ് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത്. ഈ കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആരെയും ആർക്കും കൊല്ലാമെന്നല്ലേ? എന്ത് കാരണത്തിൻ്റെ പേരിലാണ് കുട്ടികളെ കൊന്നത്? എന്തിൻ്റെ പേരിലാണ്? ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം ആ കുടുംബത്തിൽ പോയതാണ്. എത്ര പ്രാവശ്യം പോയാലും ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊല ചെയ്തത്? എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. ഇവർ ഈ അഖില ലോക അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന തീവ്രവാദി സംഘടനകളെക്കാൾ മോശമാണ്. അതിനേക്കാൾ മോശമാണ്. അവർ ഒറ്റ വെട്ടുവെട്ടിയാണ് കൊല്ലുന്നത്, അല്ലെങ്കിൽ ഒരു വെടികൊണ്ടാണ് അവർ കൊല്ലുന്നത്. തീവ്രവാദി സംഘടന ഇവർ ഇതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് വികൃതമായി കൊല്ലണം. എങ്ങനെ കൊല്ലണമെന്ന് പറയാണ്? ചന്ദ്രശേഖരൻ കൊന്നതുപോലെ മുഖം വികൃതമാക്കണം. അവൻ്റെ മുഖം കണ്ടാൽ അവൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യയും മകനും തിരിച്ചറിയരുത് എന്നാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശം കൊടുത്ത് കൊല്ലിക്കുന്നത്. ഭീകര സംഘടനകൾ പോലും ലോകത്ത് അങ്ങനെ കൊല്ലിക്കില്ല. അവർ ഒരു വെടികൊണ്ടോ ഒരു വെട്ടുകൊണ്ടാണ് കൊല്ലുന്നത്. ഇത് ക്രൂരമായ കൊലപാതകമാണ്. ഈ സംസ്ഥാനത്തിന് അപമാനകരമായ കാര്യം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് വീണ്ടും. ഞങ്ങളത് വിടില്ല. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവും. അന്ന് ഞങ്ങൾ വാക്കുകൊടുത്താണ് ആ കുടുംബത്തിന് ഞങ്ങളെ കൂടെ ഉണ്ടാവുന്നത്. ഞങ്ങളിപ്പോഴും കൂടെയുണ്ട്, അവസാനം വരെ കൂടെ ഉണ്ടാവും. നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് ഉറപ്പായിട്ട് അവരുമായിട്ട് ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അപ്പീൽ പോകാനുള്ള എല്ലാ നിയമപരമായ സഹായങ്ങളും പാർട്ടി ഞങ്ങൾ ചെയ്യും. 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ ശവസംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വന്നു ഈ എയർപോർട്ടിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയോടുള്ള അനാദരവും തികഞ്ഞ അനൗചിത്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ തന്നെ എയർപോർട്ട് MD യോട് കൊലക്കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.